ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ഡേ നമ്മളുടെ ഫേസ് എങ്ങനെ നല്ല തിളക്കമുള്ളതും ഷൈനിങ്ങുമായിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അതിനു വേണ്ടിയായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അടുത്തതായിട്ട് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയായിട്ട് ഞാനിവിടെ എടുത്തു വച്ചേക്കുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ 1 ടീസ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ സ്പൂണിന് തന്നെ 1 സ്പൂണ്. അതുപോലെ തന്നെ 1 സ്പൂൺ കടലപ്പൊടി, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടലയില്ലേ, അത് പൊടിച്ചത് ഒരു വലിയ ടീസ്പൂണിന് 1 സ്പൂൺ. പിന്നെ വേണ്ടുന്നത് 1 സ്പൂൺ തൈരാണ്. കുറച്ച് കട്ടയായിട്ടുള്ള തൈര്, അധികം ലൂസ് ഇല്ലാത്തത്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ തൈര് എടുക്കുക. നല്ല കട്ട തൈരാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഈ തൈരിലേക്ക് കടലപ്പൊടി 2, ഞാനിപ്പോൾ ചെറിയ സ്പൂണിന് 2 സ്പൂണാണ് ചേർക്കുന്നത്. വലിയ സ്പൂണിന് 1 സ്പൂൺ ചേർത്താൽ മതി. അത് ഈ തൈരിലോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്യുന്ന സമയത്തൊന്ന് കട്ട പിടിക്കും. ആ കട്ടകളൊക്കെ ഉടച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നല്ലപോലെ പേസ്റ്റാക്കി ഇടുക. നല്ലതുപോലെ ആ കട്ടകളൊക്കെ ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ട പിടിച്ചിരിക്കാനായിട്ട് പാടില്ല. നല്ല സ്മൂത്തായിട്ടിരിക്കണം. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതായതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ ആ പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് എടുത്ത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈര് വളരെ ലൂസാണെന്നുണ്ടെങ്കിൽ വെള്ളമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പേസ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേൻ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. 3ഉം കൂടി നല്ലപോലെ യോജിക്കുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ തേനും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറി ഇപ്പോൾ 3ഉം കൂടി നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് വളരെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം കൂടെ കടലപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേസ്റ്റ് എടുക്കുക. അതിനുശേഷം മുഖം എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം മുഖത്ത് നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം കൈകൊണ്ട് ലൈറ്റായിട്ട് 1 മിനിറ്റ് മസാജ് ചെയ്താൽ മതിയാവും. മസാജ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ മുഖം ഒന്ന് ഡ്രൈ ആയി വരും. അപ്പോഴേക്കും ഇതിൻ്റെ ഈർപ്പമെല്ലാം മുഖം വലിച്ചെടുക്കും. അതിന് ശേഷം മാത്രം ഇത് കഴുകി കളയുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുഖം വളരെയധികം ഷൈനിങ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.